ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരിച്ചുകൊണ്ടുവരുന്നത് നിലവിൽ അസാധ്യമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇത് കോടതിയെ അറിയിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇലക്ട്രോപ്ലേറ്റിംഗിന് വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കോടതി പറയുന്നത് സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ്. അതേക്കുറിച്ച് ബോർഡിന് കൃത്യമായ ബോധ്യമുണ്ടെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ തിരിച്ചെത്തിക്കണമെന്ന് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം. അവിടെ ഈ ദ്വാരപാലകന്മാർക്ക് മുകളിൽ ഉള്ളൊരു കവചമുണ്ട്, രണ്ട് ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമായി. അപ്പോൾ ആ കവചം ഈ നാണയം തുട്ടുകൾ, ഭക്തന്മാർ നാണയങ്ങൾ വലിച്ചെറിയുന്നൊരു ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് നാണയത്തുട്ടുകൾ കൊണ്ട് കീറലുകളും കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട രണ്ട് തന്ത്രിമാരും അത് റെക്കോർഡിക്കലായി ഞങ്ങൾക്ക് തന്നു, അത് മാറ്റണം. അങ്ങനെ ഒരു കേടുപാട് പറ്റിയ കാര്യം ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ബോർഡ് തീരുമാനമെടുത്തു. അവിടെ ഭഗവാന്റെ ഒരു ഇംഗിതമാണ്. അവിടെ നിന്ന് ഞങ്ങളിത് കന്നി 5-ന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് തിരികെ പ്രതിഷ്ഠിച്ചു കൊള്ളാം, ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നേതൃത്വത്തിൽ ശുദ്ധിക്രിയ നടത്തി പ്രതിഷ്ഠിച്ചു കൊള്ളാം എന്ന് അനുജ്ഞ വാങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കോടതി ഇത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നു. പക്ഷെ അത് അവിടെ കൊണ്ടുപോയി ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്, രാസപ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരുവാൻ ഇപ്പോൾ നിലവിൽ ഒരു അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങളിന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. അത് പെടുത്തി അതിൻ്റെ ഒരു റിവ്യൂ വാങ്ങാനാണ് ഞങ്ങൾ നിൽക്കുന്നത്.